അമേരിക്ക പ്രഖ്യാപിച്ച 25%-ഓളമുള്ള ഇമ്പോർട്ട് താരിഫ് ഇന്ത്യക്ക് മുകളിലുള്ള ഒരു സമ്മർദ്ദതന്ത്രം മാത്രമാണെന്ന് മനസ്സിലാക്കിയ മാർക്കറ്റ് ഇന്ന് ഇൻട്രാഡേയിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻട്രാഡേ ലോയിൽ നിന്നും ഇൻഡെക്സ് മികച്ച റിക്കവറി കാഴ്ചവെക്കുകയും ചെയ്തു. ഇന്ന് നിഫ്റ്റി 24,750 എന്ന പ്രധാന ലെവലിന് മുകളിൽ 24,768-അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ജിയോ ഫിനാൻഷ്യൽ സർവീസ്, എറ്റേണൽ, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, JSW സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകളിലൊക്കെ ഇന്ന് ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. ആദ്യം തന്നെ മാർക്കറ്റിൽ വന്ന റാലിക്ക് പിന്നിലെ അല്ലെങ്കിൽ മാർക്കറ്റിൽ വന്ന റിക്കവറിക്ക് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തേത് 25%-ഓളം ഇമ്പോർട്ട് താരിഫ് ഏർപ്പെടുത്തിയെങ്കിലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് നെഗോഷ്യൻസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മാർക്കറ്റിന് ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രധാന ഘടകമാണ്. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സും ഒരു കോഷ്യസ് അപ്രോച്ചാണ് വെച്ച് പുലർത്തിയിരിക്കുന്നത്. 25%-ഓളം ഇമ്പോർട്ട് താരിഫ് ബാധിക്കാൻ സാധ്യതയുള്ള സെക്ടറുകളിൽ ഇന്ന് സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിന് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമി അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ടിനെ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്യാത്തത് മൂലം ഇന്ന് എക്കോണമിയിലും മാർക്കറ്റിലും അത്ര വലിയ വീക്ക്നെസ് കാണാൻ സാധിച്ചിട്ടുമില്ല. അതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വിലയിലുണ്ടായിരിക്കുന്ന ഡിക്ലൈൻ, ക്രൂഡ് ഓയിലിൻ്റെ വില 0.19% ഇടിഞ്ഞതും ഇന്ത്യൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത ഒരു പ്രധാന ഘടകമാണ്. ഏഷ്യൻ മാർക്കറ്റിലും അമേരിക്കൻ ഫ്യൂച്ചറുകളിലും ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സപ്പോർട്ടും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് ലഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്ന ഫെഡ് റിസർവിൻ്റെ മീറ്റിംഗിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നില്ല എങ്കിലും സെപ്റ്റംബർ മാസത്തിൽ അമേരിക്ക ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടത്തിയേക്കും എന്നുള്ള പ്രതീക്ഷ മാർക്കറ്റിനുണ്ട്. ഇതും മാർക്കറ്റിൽ വന്ന റിക്കവറിക്ക് പിന്നിലെ ഒരു കാരണമായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇനി പല പ്രമുഖ ബ്രോക്കേജ് ഏജൻസികളും റെക്കമെൻഡ് ചെയ്യുന്നതും ഷോർട്ട് ടൈമിൽ 15 മുതൽ 25% റിട്ടേൺ തരാൻ സാധ്യതയുള്ളതുമായ ഒരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. സ്റ്റാർ ഹെൽത്ത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 1.3% ഇടിഞ്ഞ് 442 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയിരിക്കുന്നത്. ഗോൾഡ്മാൻ സാൻസ്, മോത്തിലാൽ ഓസ്വാൾ, എസ് സെക്യൂരിറ്റീസ് ഉൾപ്പെടെയുള്ള പല ബ്രോക്കേജ് ഏജൻസികളും റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. കൂടാതെ ഈ സ്റ്റോക്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും മ്യൂച്വൽ ഫണ്ടിനും മികച്ച സ്റ്റേക്ക് ഹോൾഡിങ്ങുമുണ്ട്. ഗോൾഡ്മാൻ സാൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം വരുന്ന ഒരു വർഷത്തിനുള്ളിൽ സ്റ്റോക്ക് 17%-ഓളം റിട്ടേൺ തരാൻ സാധ്യതയുണ്ട്. ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ ഗ്രോസ് റിട്ടേൺ പ്രീമിയം 4%-ഓളം വളർച്ച കൈവരിക്കുകയും ചെയ്തു. കൂടാതെ 2026-28 ഫിനാൻഷ്യൽ ഇയറിൽ 18% CAGR കൂടിയുള്ള EPS ഗ്രോത്ത്, ഏണിംഗ് പെർ ഷെയറിലുള്ള ഗ്രോത്ത് കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കാമെന്നാണ് ഗോൾഡ്മാൻ സാൻസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. മോത്തിലാൽ ഓസ്വാളും ബുള്ളിഷ് ഔട്ട്ലുക്കാണ് സ്റ്റോക്കിൽ വെച്ച് പുലർത്തിയിരിക്കുന്നത്. മോത്തിലാൽ ഓസ്വാൾ ബൈ എന്ന റേറ്റിംഗും 520 രൂപയുടെ ടാർഗറ്റും സ്റ്റോക്കിന് നൽകിയിട്ടുണ്ട്. കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 12%-ഓളം ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കൂടാതെ ക്ലെയിം ഫ്രീക്വൻസിയിൽ നിന്നുള്ള പ്രഷർ കുറഞ്ഞത് മൂലം കമ്പനി പോസിറ്റീവ് ട്രജക്ടറിയിലേക്ക് നീങ്ങുകയാണ്. എസ് സെക്യൂരിറ്റീസും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട്. കൂടാതെ വരും സമയങ്ങളിൽ സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നാണ് എസ് സെക്യൂരിറ്റീസിൻ്റെയും റിപ്പോർട്ടിൽ പറയുന്നത്. എസ് സെക്യൂരിറ്റീസ് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 540 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗോൾഡ്മാൻ സാൻസ് സ്റ്റോക്കിന് 500 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന സ്റ്റോക്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനും അല്ലെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനും മ്യൂച്വൽ ഫണ്ടിനും മികച്ച സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. FPIs ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നിവർക്കെല്ലാവർക്കും കൂടി 13.76%-ഓളം സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. മ്യൂച്വൽ ഫണ്ടുകൾക്കും മികച്ച സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ള ഒരു കമ്പനിയാണ് സ്റ്റാർ ഹെൽത്ത് എന്ന കമ്പനി. ICICI പ്രൊഡൻഷ്യൽ ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസ്, HDFC മ്യൂച്വൽ ഫണ്ട്, SBI മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയവയൊക്കെ തുടങ്ങിയ കമ്പനികൾക്കൊക്കെ ഈ സ്റ്റോക്കിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. സ്റ്റാർ ഹെൽത്ത് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.76% ഇടിഞ്ഞ് 444 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. 500 മുതൽ 520, 540 വരെയുള്ള ടാർഗറ്റാണ് വിവിധ ബ്രോക്കേജ് ഏജൻസികൾ സ്റ്റോക്കിന് നൽകിയിരിക്കുന്നത്. എയർടെൽ ഡേറ്റിലെ പെർഫോമൻസ് നോക്കിയാൽ സ്റ്റോക്ക് 7%-ഓളം നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. അതേസമയം കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻ കൊണ്ട് സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. സ്റ്റാർ ഹെൽത്ത് എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 425 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. 423-അടുത്തുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 500, 570 പോലുള്ള ടാർഗറ്റുകൾ സ്റ്റാർ ഹെൽത്ത് എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്